സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചായക്ക് കടിയായി ഒരു കപ്പ ബജി ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഒരു കപ്പ് കടലപ്പൊടി, അര കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഒരു പാത്രത്തിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം കപ്പ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, 3 പച്ചമുളക് മുറിച്ചത്, ഒരു സവാള മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം ഇട്ട ശേഷം ഇതിലേക്ക് നേരത്തെ കാണിച്ച മസാലപ്പൊടികൾ ഇട്ട് ചേർത്തെടുക്കാം. ഇവയെല്ലാം നല്ലതുപോലെ കൈകൊണ്ട് ചേർത്തെടുക്കണം. ഇത് ചായക്ക് കടിയായി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് ചേർത്തെടുക്കുമ്പോൾ വെള്ളം സൂക്ഷിച്ച് ചേർക്കണം. കുറച്ച് ഒഴിച്ച് ചേർത്തെടുക്കുന്നതാണ് നല്ലത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചായക്ക് കടിയാണ്. ഇങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കൈകൊണ്ട് കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കാം.
കപ്പ ബജി ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ്. ബജി മാത്രമല്ല, കപ്പ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാണ്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ മൂത്ത് വന്നാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കപ്പ എപ്പോഴും കിട്ടുന്നത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. ചായക്ക് കടിയായി ഇത് ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? ഷോപ്പിൽ പോയി ഓരോന്നും വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് വീട്ടിലിങ്ങനെ ഓരോന്നുണ്ടാക്കി കഴിക്കുന്നത്. ഇത് ഉണ്ടാക്കുമ്പോൾ എണ്ണയൊന്നും കുടിക്കാറില്ല. പിന്നെ ഇത് സൂപ്പർ സ്വാദുമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമായതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങളും ഒന്ന് ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ബജിയും പക്കോടയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.